മിൽമ കാലിത്തീറ്റ കാർഷിക മേഖലാ വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പുലർവെട്ടത്തിൽ. സമയം 6:30 പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൌ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഖനൌ താമസിച്ചിരുന്ന കൂടാരത്തിന് നേരെ വ്യാഴാഴ്ചയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 2026-27 അധ്യയന വർഷം മുതൽ 6 വയസ്സാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ശാസ്ത്രീയ പഠനങ്ങളിലും മറ്റും നിർദ്ദേശിക്കുന്നത് പ്രകാരം ഔപചാരിക പഠനത്തിന് കുട്ടികൾ സജ്ജരാകുന്നത് 6 വയസ്സിന് ശേഷമാണ് എന്നതിനാലാണ് ഇതെന്നും മന്ത്രി അറിയിച്ചു. IPL ലഖ്നൌ സൂപ്പർ ജയൻസിന് ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. FC ബാഴ്സലോണയുടെയും റയൽ മാഡ്രിഡിന്റെയും മുൻകാല താരങ്ങൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരം നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 6 ഞായറാഴ്ച വൈകിട്ട് നടക്കും. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രഭാതഭേരി കുറച്ചേറെ നാൾ മുമ്പ് ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊന്നും അങ്ങനെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും വാതിൽപ്പടി വിതരണത്തിൽ വരുന്ന പ്രശ്നം മൂലം റേഷൻ വ്യാപാരികൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയാണ് അവർ. ഇന്നത്തെ പ്രഭാതഭേരിയിൽ റേഷൻ വ്യാപാരികളുടെ ശബ്ദം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ റേഷൻ കട നടത്തുന്ന അനിൽ തോമസ്. കാർത്തികപ്പള്ളി താലൂക്കില് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമുക്ക് ഈ വിതരണത്തിലെ വിഷയങ്ങളുണ്ടായിരുന്നു. കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വിളിക്കുകയും താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിരന്തരമായി വിതരണത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. കാരണം വാതിൽപ്പടി കരാറുകാരൻ പണം കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വിതരണം നിർത്തിവെക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. 11,000 രൂപ എന്നുള്ള ബേസിക് പേയിലാണ് കാർത്തികപ്പള്ളി താലൂക്കിലുള്ള വ്യാപാരികളൊക്കെ നിൽക്കുന്നത്. കാരണം അവർക്ക് വളരെ കുറച്ച് കാർഡുകൾ മാത്രമേ ഉള്ളൂ. ഈ തുച്ഛമായ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ വിതരണത്തിലെ അപാകത കൊണ്ടുണ്ടാകുന്ന വരുമാന നഷ്ടം വളരെ കൂടുതലാണ്. അതിനൊരു പരിഹാരം സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തി തരണം. സ്ഥിരമായ ഒരു സംവിധാനം, അതായത് കൃത്യമായി സാധനങ്ങൾ കടയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് ഈ വരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ കടവാടക, സെയിൽസ്മാന്റെ വേതനം, കറണ്ട് ചാർജ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഈ വരുമാനത്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ റേഷൻ കട നടത്തുന്ന മധു പി മേനോൻ. ചെറിയ കടക്കാർക്കുണ്ടല്ലോ, അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കടയിലേക്ക് അരി കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള കടക്കാർക്ക് ഇപ്പോൾ പോർട്ടബിലിറ്റി ഉള്ള കാരണം ഏത് കടയിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാർ ആ കടയിൽ ചെന്ന് റേഷൻ വാങ്ങിച്ചിട്ട് ഈ മറ്റുള്ള കടക്കാർക്ക് അവരുടെ വരുമാനത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവര് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് ബ്ലോക്ക് ചെയ്യും. അതായത് മാസത്തിൽ പലപ്പോഴും 25-ാം തീയതി 26-ാം തീയതിയോടുകൂടിയാണ് കിട്ടുക. പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനായിട്ട് പരമാവധി 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമേ കടക്കാർക്ക് കിട്ടുള്ളൂ. ആട്ട എന്ന് പറഞ്ഞ സാധനം അവസാനം കിട്ടുള്ളൂ. അപ്പൊ ആദ്യം വരുന്ന ആൾക്കാർക്ക് ഈ ആട്ട കൊടുക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോകുമ്പോൾ പിന്നെ അവർ രണ്ടാമത് വരില്ല. അപ്പൊ അത് ലാപ്സാവും. അത് ലാപ്സായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കമ്മീഷനെ ബാധിക്കും. എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ നിന്ന് രാജു നാരായണൻ. NFS നിയമം അനുശാസിക്കുന്നത് ഇടനിലക്കാരെ റേഷൻ വിതരണ രംഗത്തുനിന്ന് ഒഴിവാക്കി നോഡൽ ഏജൻസി നേരിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചുമതല നൽകിയതെങ്കിലും പക്ഷേ നോഡൽ ഏജൻസി വീണ്ടും ഇടനിലക്കാരെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കരാറ് കൊടുത്തുകൊണ്ടാണ് ഈ ചുമതല ഇതുവരെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. 15-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് കരാറെങ്കിലും
നാളിതുവരെ ഇവർക്ക് സർക്കാരിൽ നിന്നുള്ള പേയ്മെന്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് റേഷൻ കടകൾക്കുള്ള വാതിൽപ്പടി വിതരണം സമയബന്ധിതമായിട്ട് തീർക്കാതെ ഇപ്പൊ കണയന്നൂർ താലൂക്ക് ഇപ്പൊ മാസങ്ങളായിട്ട് വാതിൽപ്പടി വിതരണം വൈകി മാസത്തിന്റെ അവസാന ആഴ്ചകളിലും ദിവസങ്ങളിലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ കടകൾക്കും ഒരേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വിതരണം ചെയ്യണമെന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരാരും തോന്നണമാതിരി അവരുടെ വണ്ടി ലഭ്യത അനുസരിച്ച് വാതിൽപ്പടി വിതരണം നടത്തിക്കൊണ്ടിരിക്കണം. ഒരു പഞ്ചായത്തിലെ 1-2 കടകൾക്ക് അവർക്ക് താല്പര്യമുള്ള കടകൾക്ക് മാത്രം കൊടുക്കുകയും പിന്നെ വേറൊരു പഞ്ചായത്തിലെ 1-2 കടകൾക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും സാധനങ്ങൾ വാതിൽപ്പടിയുടെ ലഭിക്കാത്ത കടകളിലെ കാർഡ് ഉടമകൾ ലഭിക്കുന്ന കടകളിലേക്ക് പോയി സാധനം വാങ്ങുകയും അവന്റെ വരുമാനത്തെ ലഭിക്കാത്ത കടകളിൽ മാസം അവസാനം എത്തുമ്പോൾ 10-50 കിൻഡൽ അരി ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇത് വിതരണം പൂർത്തിയാക്കാൻ സാധിക്കാതെ റേഷൻ വ്യാപാരികളുടെയും ചുമലിൽ വരുന്നത്. വേതന പാക്കേജ് പ്രകാരം 70% വിൽപ്പന ഉണ്ടെങ്കിലേ ബേസിക് കമ്മീഷൻ 8,500 രൂപ കിട്ടുള്ളൂ. ആ 8,500 രൂപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ വാതിൽപ്പടി വിതരണം താമസിക്കുന്നത് കൊണ്ട് ഒരു പറ്റം വ്യാപാരികൾക്ക് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് പി പവിത്രൻ. കാർഡുടമകൾക്ക് റേഷൻ സാധനങ്ങൾ കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുക. കൊയിലാണ്ടി താലൂക്കിൽ റേഷൻ സാധനങ്ങൾ വാതിൽപ്പടി തൂക്കി ഇറക്കി തരണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പാലിക്കപ്പെടാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. നമുക്ക് വിതരണത്തിന്റെ ഒരു 70-80% മാറി. അതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ നിന്ന് ബെൻസൺ KP. ഇപ്പൊ ഒരു 6 മാസം കൂടെ ആയിട്ട് 28-ാം തീയതിയാണ് വിതരണം മിക്ക മാസങ്ങളിൽ അവസാനിച്ചത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടണില്ലാന്ന് കോൺട്രാക്ടർ പറയും. ഇവിടെ 10 വണ്ടി വേണം എന്നുള്ളതാണ് ഒരു കോൺട്രാക്ടർ കിട്ടണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിന്റെ റീസൺ. പക്ഷെ ഇവിടെ 2 വണ്ടി 1 വണ്ടി ഇട്ട് ഓടിക്കും. ഈ കോൺട്രാക്ടർ തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും വേറെ കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. അവിടുത്തെ വിതരണം കഴിയുമ്പോൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാം. ഒരു താലൂക്കിൽ ഒരു 15 കടയുണ്ടെങ്കിൽ കോൺട്രാക്ടർ താല്പര്യമുള്ള ഒരു 4 കടയിലേക്ക് അരി കൊടുക്കും. പിന്നെ ആ അരി വരുന്നതും മാസം 25-ാം തീയതി കഴിഞ്ഞിട്ടാവും. അപ്പോഴേക്ക് എന്തുണ്ടാവും? ഈ ബാക്കി എല്ലായിടത്തുള്ള കാർഡുകൾ പോർട്ടബിലിറ്റി സംവിധാനം വെച്ച് ഈ കോൺട്രാക്ടർ ഇഷ്ടപ്പെട്ട കടയിൽ പോയി മേടിക്കും. ബാക്കിയുള്ള കടകൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനി വേറെയും. കാരണം ഈ കടയിൽ രജിസ്റ്റർ ചെയ്ത കാർഡുകാർ വരുമ്പോൾ അരിയില്ല. തൃശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് കെ സേതുമാധവൻ. റേഷൻ വാതിൽപ്പടി വിതരണം ആദ്യത്തെ ആഴ്ചയിൽ എല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിച്ചാൽ മാത്രമാണ് കാർഡ് ഉടമകൾക്ക് സമയബന്ധിതമായി ഈ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുള്ളൂ. ആദ്യം എത്തേണ്ട സാധനങ്ങൾ എല്ലാ മാസവും അവസാനത്തോടു കൂടിയാണ് റേഷൻ കടയിൽ എത്തുക. അതുകൊണ്ട് ഞങ്ങൾക്ക് കാർഡ് ഉടമകൾക്ക് സാധനം കൊടുക്കാൻ കഴിയുന്നില്ല. കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇവിടെ സംഭവിക്കുന്നത് കരാറുകാരുടെ ഇഷ്ടത്തിന് മാത്രം റേഷൻ സാധനങ്ങൾ കടയിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത്. കാർഡ് ഉടമകൾ വരുമ്പോൾ ഒരു സാധനം മേടിക്കാൻ 5 കിലോ 6 കിലോ ഭക്ഷ്യധാന്യം മേടിക്കാൻ 2-3 പ്രാവശ്യം വരേണ്ടി വരും കടയിലേക്ക്. ഇനി വരുമ്പോൾ സമയത്ത് സ്റ്റോക്ക് ഇല്ല പറഞ്ഞിട്ട് മടങ്ങിപ്പോകും. പിന്നെയും വരും, പിന്നെയും മടങ്ങിപ്പോകും. അങ്ങനെ മാസാവസാനം ആകുമ്പോഴേക്കും ഈ കാർഡ് ഉടമയും റേഷൻ കടക്കാരും തമ്മിൽ കുറെ സംസാരങ്ങളും ആവശ്യമില്ലാത്ത ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു താലൂക്കിൽ കുറച്ച് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ ആ താലൂക്കിലേക്ക് കുറച്ച് കൊടുക്കും. അപ്പൊ മറ്റേ താലൂക്കിൽ ബ്രേക്ക് ആവും. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ വിതരണം അവതാളത്തിലായിട്ട് കുറച്ച് കാലങ്ങളായി. തൃശൂർ ജില്ലയിൽ അവണൂർ പഞ്ചായത്തിൽ നിന്ന് രാമാനുജൻ AG. വാതിൽപ്പടി വിതരണം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് കടനടയിൽ തൂക്കി തരണമെന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് വരെ നിർദ്ദേശമുള്ള ഒരു സംഗതിയാണത്. 99% വാതിൽപ്പടി വിതരണം നടക്കാത്ത ഒരു താലൂക്കാണ് തൃശ്ശൂർ താലൂക്ക്. നമ്മളെ സംബന്ധിച്ചോളം വിൽപ്പനയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് കമ്മീഷൻ. സർക്കാർ പറയുന്നത് 45 കിൻഡൽ വിറ്റാൽ 18,000 രൂപ നമുക്ക്, പ്ലസ് 45 കിൻഡലിനും മീതെ വിറ്റാൽ ഓരോ കിൻഡലിനും 1 രൂപ 150 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ കിട്ടണമെങ്കിൽ നമുക്ക് കടയിൽ രജിസ്റ്റർ ചെയ്ത കാർഡുണ്ടല്ലോ, അതിന്റെ 70% വിൽപ്പന നമ്മൾ കടയിൽ നടത്തണം. ആ 70% എന്ന കടമ്പ കടക്കാൻ പല വ്യാപാരികളും ബുദ്ധിമുട്ടുക. എന്തുകൊണ്ടാ വെച്ചാല് ഈ പോർട്ടബിലിറ്റി സംവിധാനങ്ങളുണ്ട്. തരുന്ന സാധനം വാതിൽപ്പടി തൂക്കം കൃത്യമായിട്ട് തന്നാല് 100 കിലോ സാധനം തരേണ്ടടുത്ത് 95 തന്നിട്ട് 100 കൊടുക്കാൻ പറ്റില്ല. സപ്ലൈകോ NFSA മാനേജർ ജ്യോതിലക്ഷ്മി B. പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം ഇതിന്. പക്ഷെ അത് നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ നൽകുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമാണ് NFSA ഗോഡൌണിൽ നിന്ന് സപ്ലൈകോയുടെ സ്റ്റാഫ് ഇതിന് എത്തിക്കുന്നത്. അല്ലാതെ അതൊരു സ്ഥിരമായിട്ട് ഓരോ കടകളിൽ എത്താൻ താമസിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാ മാസവും ഒരേ കടകളിൽ താമസിക്കുന്നതോ ആയിരിക്കില്ല. ഇതിനിടയ്ക്ക് സമരങ്ങൾ ഉണ്ടാവാം, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും താമസിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ആ താമസം കൊണ്ട് റേഷൻ കടയിൽ സ്റ്റോക്ക് ഇല്ലാണ്ട് വരില്ല. അപൂർവമായിട്ട് ഇതുപോലെ പരാതികൾ വരാറുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും. രണ്ടാമത്തെ കാര്യം തൂക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ NFSA പ്രകാരം ഇവർക്ക് വാതിൽപ്പടിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് ധാന്യങ്ങൾ. അപ്പോൾ അത് അവര്
തൂക്കം ബോധ്യപ്പെടുത്തി തന്നെ വേണം കൊടുക്കാൻ. അതിന് ഈ ചെല്ലുന്ന വണ്ടിയിൽ ത്രാസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് തൂക്കം നോക്കി ബോധ്യപ്പെട്ട് എടുക്കുക എന്നുള്ളത് ഈ ഫെയർ പ്രൈസ് ഷോപ്പുകളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അവർക്ക് തൂക്കി കൊടുക്കാൻ കോൺട്രാക്ടർ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഇടപെടാറുണ്ട്. പക്ഷെ അത് പരാതിപ്പെടാൻ പലപ്പോഴും റേഷൻ കടക്കാർ തയ്യാറാവാറില്ല. റേഷൻ കട ലൈസൻസിൽ തന്നെയാണ് അത് തൂക്കിയെടുക്കുന്നതിനായിട്ടുള്ള നിർബന്ധ ബുദ്ധി കാണിക്കേണ്ടത്. അതായത് ഇവര് സാധനം കൊണ്ട് നമ്മുടെ വാതിൽപ്പടി വരുമ്പോൾ അത് തൂക്കിയേ എടുക്കാവൂ. അത് ഞാൻ താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ട് ഇരിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ 3 താലൂക്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ട് ഇരുന്നിട്ട് നമ്മളിപ്പോ ഡിസംബർ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ബില്ലുകളുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഫണ്ട് വരികയാണെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കും. ഫണ്ടിന് ചെറിയ ഡിലേ വരാറുണ്ട്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും ഫണ്ടായിട്ട് വന്നിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. വാതിൽപ്പടി വിതരണത്തിൽ വരുന്ന തകരാറ് മൂലമാണ് കച്ചവടത്തിൽ ഇത്രയേറെ നഷ്ടം നേരിടുന്നത് എന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. അതുകൂടാതെയും അവർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ വളരെ പണ്ട് സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകൾ മാത്രം വാങ്ങിയിരുന്നതാണ് റേഷൻ എങ്കിൽ ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും റേഷൻ കടകളെ ആശ്രയിക്കുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി നമ്മളുടെ പൊതു സാമൂഹിക ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. ഇതിൽ ചെയ്യും എന്ന് പറയുന്ന പരിഹാരങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പലപ്പോഴും അത്തരം പരിഹാര നിർദ്ദേശങ്ങളൊക്കെ എവിടെയും എത്താതെ പോകുന്നത് കണ്ടിട്ടാണ് നമ്മളുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എന്ന് പറയാൻ ചെറിയ മടിയുണ്ട്. എങ്കിലും പരിഹരിക്കപ്പെടട്ടെ ഈ പ്രശ്നം.